നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. തലശ്ശേരി അശാസ്ത്രീയമായ മത്സ്യമാർക്കറ്റ് നിർമ്മാണം തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെന്ന് പരാതി. കഴിഞ്ഞ വർഷമാണ് നഗരസഭ പൊതുഫണ്ടിൽ നിന്നും 14 ലക്ഷം രൂപ ചെലവഴിച്ച് ചില്ലറ മത്സ്യമാർക്കറ്റിന്റെ പ്രവൃത്തി നടത്തിയത്. തലശ്ശേരിയിലെ അശാസ്ത്രീയമായ മത്സ്യമാർക്കറ്റ് നിർമ്മാണം തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണെന്ന് പരാതി ശക്തമാകുന്നു. ഇക്കഴിഞ്ഞ വർഷമാണ് നഗരസഭ പൊതുഫണ്ടിൽ നിന്ന് 14 ലക്ഷം രൂപ ചെലവഴിച്ച് ചില്ലറ മത്സ്യമാർക്കറ്റിന്റെ പ്രവൃത്തി നടത്തിയത്. എന്നാൽ പണി പൂർത്തീകരിച്ചില്ലെന്ന് മാത്രമല്ല, പ്രവൃത്തി അശാസ്ത്രീയമായ രീതിയിലാണ് നടന്നതെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. മാർക്കറ്റിന്റെ പ്രവർത്തനം അശാസ്ത്രീയമായി, മാർക്കറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ സമ്മർദ്ദം ചെലുത്തുകയും മുനിസിപ്പാലിറ്റി 14 ലക്ഷം ഉറപ്പിക ഈ ഘട്ടത്തിൽ പാസ്സാക്കുകയും ചെയ്തു. പക്ഷേ പാസ്സാക്കി എന്നുള്ളതും അതിനപ്പുറത്ത് ഇത് പണിയെടുത്തത് അശാസ്ത്രീയമായിട്ടായിരുന്നു ഇന്ന് പണി നടന്നത്. പണി പൂർണ്ണമായും അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞു. ഓബകളൊക്കെ വളരെ അശാസ്ത്രീയമായി നിർമ്മിച്ച ഓബകളാണ്. അതിലും അപ്പുറത്ത് വെള്ളം കെട്ടി നിൽക്കുന്നു. പിന്നീട് അവർ പറഞ്ഞത് ഫുള്ളായിട്ടുള്ള വൈദ്യുതിവൽക്കരണം ഉണ്ടാവുന്നു. പക്ഷേ വൈദ്യുതിവൽക്കരണം ഉണ്ടായിട്ടില്ല. അങ്ങനെ വയറേക്ക് അപകടകരമായ അവസ്ഥയിലേക്ക് മാർക്കിൻ്റെ അവസ്ഥ നിന്നു. മാർക്കറ്റ് വെള്ളം തളം കെട്ടിക്കിടക്കുന്നു. തായലും മുകളിലേക്ക് മുകളിലേക്ക് വെള്ളം തളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ. ഇതിന് ഒരു തക്കതായ പരിഹാരം കാണാൻ അതിൽ തയ്യാറാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായം. ഈ കാര്യങ്ങളെല്ലാം ആരാ ചെയ്തു തരേണ്ടത്? ഈ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയാണ് ചെയ്തത്. മുനിസിപ്പാലിറ്റി കോൺട്രാക്ടർക്ക് കൊടുത്തെങ്കിലും കോൺട്രാക്ടർ അത് വേണ്ട വിധം കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റി കിട്ടുന്നതിന്, കറണ്ട് എടുക്കുന്നതിനെ കൊണ്ട് ഒരു അപാകത പറഞ്ഞില്ല, അതെന്താണ് ഇപ്പോൾ നേരിടുന്ന പ്രശ്നം? നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കറണ്ട് വളരെ നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ കാണുന്നത് തന്നെയാണ് നേരിടുന്ന പ്രശ്നം. കറണ്ട് പൂർണ്ണമായിട്ടും ഒരു അശാസ്ത്രീയമായ രീതിയിലാണ് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. വൈദ്യുതി സംബന്ധിച്ച അറ്റകുറ്റ പണികൾ എടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ നടന്നില്ല. നിലത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇത് കാരണം മാർക്കറ്റിൽ നിന്ന് മത്സ്യം വാങ്ങാൻ ആളുകൾ മടിക്കുകയാണ്. ഓവുചാലുകളുടെ പ്രവൃത്തിയും അശാസ്ത്രീയമായത് കാരണമാണ് വെള്ളം കെട്ടിക്കിടക്കുന്നതത്രേ. സമഗ്ര ന്യൂസ്, തലശ്ശേരി.